ഹലോ വെൽക്കം മിക്സ് മേക്കർ സാർ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള കുറച്ച് നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾ കൃത്യമായി കേട്ട് അത് മനസ്സിലാക്കി അത് വളരെ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും പറ്റത്തില്ല. അത്യാവശ്യം തിങ്കിങ് ശേഷിയും കുത്തി നോക്കാനുള്ള പേഷ്യൻസും എല്ലാം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു ആസ്ട്രോളജർ ആവാൻ പറ്റും. ഞാൻ ഈ നേരത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അപ്പം ഇടയ്ക്കുള്ള ഒരാളായി കഴിഞ്ഞ് കാണും ഒരുമാതിരിപ്പെട്ട. നിങ്ങൾ മനസ്സിലായില്ലേ? അതൊരു വളരെ ബെനിഫിറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്കും അത് നോക്കാൻ പറ്റും. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കള്ളശാസ്ത്രമല്ല, ഇതൊരു ജെന്യുവിനായിട്ടുള്ള ശാസ്ത്രമാണ് എന്ന് എനിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയത്. മനസ്സിലായില്ലേ? വേറെ ഉദ്ദേശത്തോടെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ നിങ്ങളെന്തോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലത്തെ വീഡിയോസ്, ഞാൻ ഇപ്പോൾ പറയുന്ന പോലത്തെ ഇൻഫർമേഷൻ കേരളത്തിൽ തന്നെ വളരെ 1, 2, 3 കൂടിപ്പോയാൽ ഒരു 2-3 യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ 4 യൂട്യൂബേഴ്സ് മിനിമം കാണും. അല്ലാതെ ഈ കേരളത്തിൽ ഈ ഒരു ആസ്ട്രോളജിയെ പറ്റി ഞാനിപ്പോൾ പറയുന്ന പോലത്തെ ഒരു ആസ്ട്രോളജിയെ പറ്റി വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. കേരളത്തിൽ കുറവായിരിക്കും. അതുകൊണ്ട് കേരളത്തിൽ തന്നെ വളരെ കുറവായിട്ടുള്ള ഈ കേരളത്തിലുള്ള 95% ആൾക്കാരും ട്രഡീഷണലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മളെപ്പോലുള്ള ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഈ ഞാൻ പറയുന്ന പോലത്തെ ഒരു വേറെ വ്യത്യസ്തമായ രീതിയിലുള്ള ആസ്ട്രോളജി പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ആയാലും ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. വളരെ റയറായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെന്തോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്ത ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. അത് മാത്രമല്ല, കുറച്ച് സിമ്പിളാണ് പഠിക്കാൻ. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ട്രഡീഷണലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിളി പോകും. പക്ഷേ ഇത് കുറച്ചും കൂടെ സിമ്പിളുമാണ്, എഫക്റ്റീവാണ്, എല്ലാമാണ്. അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ആൾ വരികയാണെങ്കിൽ അവൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സൈക്കോളജിക്കൽ പീക്ക് ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തോന്നില്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക. ഇനി വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതൊരു ലക്കായിട്ട് നിങ്ങൾ കൂട്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല. എൻ്റെ ഇപ്പോൾ എൻ്റെ വീഡിയോ തുടക്കം മുതൽ ലാസ്റ്റ് വരെ കണ്ട ഒരാളുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ. അവൻ ഇപ്പം നല്ല രീതിക്ക് അവൻ വേറെയോടെ അപ്പം എടുത്ത് നോക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും പറ്റും. നിങ്ങളതിന് തുടക്കം മുതലുള്ളതായി ഇപ്പം ഇട്ട വീഡിയോ മുതൽ ഇനി അങ്ങോട്ട് ഇടാൻ പോണ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ചന്ദ്രൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള കുറേ നക്ഷത്രക്കാരെ പറ്റിയാണ്. അതിൽ ഒന്നാമത് വരുന്നത് മകം, തൃക്കേട്ട, ഭരണി, ഉത്രട്ടാതി. മനസ്സിലായില്ലേ? മകം, തൃക്കേട്ട, ഭരണി, ഉത്രട്ടാതി. ഈ 4 നക്ഷത്രത്തിലാണ് മൂണിൻ്റെ സ്വാധീനത്തിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ കർമ്മ വേറെയാണ്. അതാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇവരെ പറ്റിയാണ്. ഓക്കെ, ഇവരെന്ന് പറഞ്ഞാൽ മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള നക്ഷത്രക്കാരാണ്. ഇതിൽ ഉത്രട്ടാതി നെഗറ്റീവാണ്. 3 നെഗറ്റീവായിട്ടാണ് ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത്. പിന്നെ ബാക്കി ഉള്ള നക്ഷത്രക്കാരിൽ ഒരുമാതിരിപ്പെട്ട രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച് പറയാനുള്ള കാര്യം അങ്ങനെ എന്തോന്നാണ് ഈ മൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂണെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കാലകനാണ്, മൈൻഡാണ്, സൈക്കോളജിയാണ്, വെള്ളമാണ്. അത് മാത്രമല്ല മനസ്സുമാണ്. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ് ആകണമെങ്കിൽ 3 പോസിറ്റീവ് ആവണം. ഓക്കെ, ഇപ്പോൾ മൂഡ് സിങ്സ്, ഈ മൂണിന് ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്ക് പൊതുവെ വേണ്ട ഒരു കാര്യമാണ് മൂഡ് സിങ്സ്. സൂക്ഷിക്കണവർ. മൂഡ് സിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ മൂഡ് സിങ്സ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തായാലും സ്ത്രീകൾക്ക് പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മൂഡ് സിങ്സ്. അതും അത്ര പുത്തരിയുള്ള കാര്യമൊന്നുമല്ല സ്ത്രീകൾക്ക്. പുരുഷന്മാരിലും നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, പുരുഷന്മാരിൽ ഇതേപോലെ മൂഡ് ഇൻഫ്ലുവൻസ് ഉള്ളവർക്ക് ഭയങ്കര മൂഡ് സിങ്സ് ആയിരിക്കും. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ കംപ്ലീറ്റിൽ അടിയും പിടിയും വഴക്കൊക്കെ ആയിരിക്കും. ഒരു സമാധാനം കാണത്തില്ല. മനസ്സിലായില്ലേ? മൂഡ് മാറിക്കൊണ്ടിരിക്കും. അതാണ് പ്രത്യേകത. അങ്ങനെ. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ള കാര്യം, വെള്ളവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ. ഇപ്പോൾ നമ്മളെ നാട്ടിൽ ചിലവർ പറയും, ഞാൻ വെള്ളത്തിൽ വീഴുന്ന മരിക്കാൻ പോയി, ഇല്ലെങ്കിൽ തോട്ടിച്ചാടി, ഇപ്പോൾ കഷ്ടകാലത്തിന് വെള്ളത്തിൽ നിന്ന് വീഴുന്ന രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ വാട്ടർ അലർജി, ഇല്ലെങ്കിൽ വെള്ളമായിട്ടുള്ള പേടി, ഇല്ലെങ്കിൽ വെള്ളമായിട്ടുള്ള ബന്ധപ്പെട്ട കഫം, BP,
അങ്ങനെ ഈ ജലവുമായി ബന്ധപ്പെട്ടതെല്ലാം വാട്ടർ തന്നെയാണ് നമ്മൾ മൂണെന്ന് പറയുന്നത്. വാട്ടർ തന്നെയാണ് മൂണെന്ന് പറയുമ്പോൾ. അപ്പം കഫക്കെട്ട് ഈ വാട്ടറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മൂൺ ഇൻഫ്ലുവൻസ് അണ്ടറിൽ വരുന്ന സംഭവമാണ്. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. ഇനി ഞാൻ പറയാൻ പോകുന്ന 3 നക്ഷത്രക്കാരാണ്. ഈ 3 നക്ഷത്രക്കാരെ നിങ്ങൾ എന്തോന്ന് ചെയ്യുക, ഒന്ന് നിങ്ങൾ മൂണിൻ്റെ കർമ്മ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഒരു ഓൾമോസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന പാർട്ട്ണർ എങ്ങനത്തെ ആയിരിക്കും, മൂണിൻ്റെ കർമ്മയുള്ള മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ആളായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കെട്ടാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന സ്പൗസിൻ്റെ വീട്ടുകാർ ഒന്നി കൃഷിയോ ഫുഡോ ബേക്കറിയോ അങ്ങനെ പോയി കാണും. ആരെങ്കിലും പോയി കാണും, ഒരാളെങ്കിലും പോയി കാണും. ചിലപ്പോൾ ചില ആൾക്കാരുടെ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തോടോ പുഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. ഇല്ലെങ്കിൽ അടുത്ത് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കാണും നിങ്ങൾ വീട്ടിൻ്റെ അടുത്ത് ചുറ്റുപാടും. അതുപോലെ വെള്ള വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കാര്യങ്ങളൊക്കെ. മനസ്സിലായില്ലേ? ചിലപ്പോൾ വീട് മൊത്തം വെള്ളയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പൊതുവെ പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇത് ഞാൻ മൂണിന് ഇൻഫ്ലുവൻസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ മൂണെന്ന് പറഞ്ഞാൽ എന്തോ ഈ നഷ്ടക്കാരിൽ പ്രത്യേകിച്ച് ഞാൻ കണ്ടുവന്ന കാര്യമാണ് ഇവരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് ഡൗൺ എന്ന് പറഞ്ഞ് ഒരു ഗ്രാഫ് പോലെ പൊയ്ക്കൊണ്ടിരിക്കും. ചില ആൾക്കാർ നമ്മൾ നോക്കിയാൽ മതി, ഇത് കൂടുതൽ അപ്ലൈ ആവണമെങ്കിൽ നിങ്ങളുടെ ഹോറോസ്കോപ്പ് നോക്കിയാൽ മാത്രമേ അപ്ലൈ ആവത്തുള്ളൂ. പക്ഷേ മൂണിൻ്റെ ബേസിക്കലി ഒരു ക്യാരക്ടറിസ്റ്റിക് ഞാൻ പറയുകയാണ്. മനസ്സിലായില്ലേ? അപ്പ് ഡൗൺ ആണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ലൈഫ് മുഴുവൻ. ഒരു പ്രത്യേക സമയത്ത് നല്ല ഗ്രോത്ത് ഉണ്ടാവും, പെട്ടെന്ന് പൈസ പോകും, പെട്ടെന്ന് പോകും. ഇങ്ങനെ ഇവരുടെ ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവർക്കെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഡിപ്രഷൻ, ആൻസൈറ്റി ഇതുപോലത്തെ പരിപാടികളെല്ലാം ഇവർക്ക് വരും. മൂഡ് സ്വിങ്സ്, ഡിസിഷൻ മേക്കിങ്ങിനുള്ള പാളിച്ച, ഇതെല്ലാം ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു ബില്ല്, ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു, വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവർക്ക് ഡിസിഷൻ എടുക്കാൻ എന്ത് വാങ്ങണം ഡിസിഷൻ എടുക്കാൻ പാടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ മൈൻഡ് മറ്റേ നാഗവല്ലിയെ പോലെ ഇങ്ങനെ, അല്ലെങ്കിൽ റെമോയെ അന്യൻ സിനിമയിൽ അന്യനെ പോലെയൊക്കെ ആവും. മനസ്സിലായില്ലേ? അന്യൻ അമ്പിയെ പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സ്ത്രീകളാണെങ്കിൽ പിന്നെ പറയണ്ട, ഓൾറെഡി അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്. പിന്നെ ചന്തയും ചെതും കൂടെ വരുമ്പോൾ പിന്നെ നോക്കണ്ട. മനസ്സിലായില്ലേ? പിന്നെ ഇവർക്ക് വരാൻ പോകുന്ന സ്പൗസും ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഹൊറോസ്കോപ്പിൽ മൂന്ന് ഇൻഫ്ലുവൻസ് ഉള്ള സ്പൗസാണ് നിങ്ങളുടെ, എക്സാമ്പിൾ പറയുക, നിങ്ങളുടെ 7th ഹൗസിൽ മൂന്ന് നിൽക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇതൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തോന്ന് ചെയ്യുക, നിങ്ങളുടെ പാർട്ട്ണറിന് നമ്മൾ പൂവും മുട്ടായും കൊടുത്തൊരു കാര്യമില്ല. നമ്മൾ കൊടുക്കാനുള്ള മുട്ടായും കൊടുക്കാം. നമ്മൾ കൊടുക്കാനുള്ള എന്താണ്, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഇവിടെ മീറ്റപ്പ് തന്നെ ഒരു ഹോട്ടൽ വെച്ചായിരിക്കും. മൊത്തത്തിൽ ഇവിടെ റൊമാൻസ് എല്ലാം അതുപോലെ ആയിരിക്കും. അപ്പോൾ റിലേഷൻഷിപ്പിലായാലും ഒരു പ്രണയം കൃത്യമായി നടന്ന് സക്സസ് ആവണമെങ്കിൽ അവിടെ വേണ്ടത് മൂണാണ്. അപ്പോൾ മൂൺ പോസിറ്റീവായ മാത്രമേ റിലേഷൻഷിപ്പ് ലവ് നടക്കത്തുള്ളൂ, മീൻസ് ഇമോഷണൽ ബോണ്ടിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ ബുധനാണ് ഉറപ്പിക്കുന്നത് ബോണ്ടിങ്. ഒരു ആണും പെണ്ണും തമ്മിലുള്ള ബോണ്ടിങ് കൊടുക്കുന്നത് അത് മൂണാണ്. ഇല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിരുന്നാൽ പോലും, ഇല്ലെങ്കിൽ എന്ത് എന്തോ ആയിപ്പോട്ട്. അതുപോലെ അങ്ങനെ ശുക്രൻ എന്ന് പറഞ്ഞ അട്രാക്ഷനാണ്. പ്രേമത്തിൽ 3 ഗ്രഹങ്ങളും വേണം. അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 പോസിറ്റീവ് ആക്കിയാൽ മാത്രമേ ഇമോഷണൽ ബോണ്ടിങ് കിട്ടത്തുള്ളൂ. ഇമോഷണൽ ബോണ്ടിങ് കൃത്യമായി കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാളൊക്കെ ലവ് മാരേജ് നടക്കണമെങ്കിൽ അവിടെ മെർക്കുറി നല്ല സ്യൂട്ടബിൾ സ്റ്റൈലിൽ ഇതുകൊണ്ട് നിൽക്കണം, എങ്കിൽ മാത്രം ലവ് മാരേജ് നടക്കത്തുള്ളൂ. അങ്ങനെ ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങൾ ഫുഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ 3 നക്ഷത്രക്കാർ ചെയ്യുള്ളത്, ഫുഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മാക്സിമം എന്തോന്ന് ചെയ്യുക, വിളമ്പുക, അമ്മയ്ക്ക് ഫുഡ് വെച്ച് കൊടുക്കുക, അമ്മയുടെ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ഫുഡ് കൊടുക്കുക, വിശപ്പുള്ളവരെ സഹായിക്കുക, ഹീലിംഗ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഡിപ്രഷൻ, ആൻസൈറ്റിയും കൊണ്ട് നിങ്ങൾ എന്തോന്ന് ചെയ്യുക, അവരെ ഹീൽ ചെയ്യുക, സമാധാനിപ്പിക്കുക. നിങ്ങളെ വീട്ടിലുള്ളവർ മാത്രമല്ല, നിങ്ങൾ പൊതുജനങ്ങൾക്ക് നിങ്ങൾ ചെയ്യണം. നിങ്ങളെ വീട്ടിലുള്ളവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ബെനിഫിറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ പൊതുജനങ്ങൾക്കും കൂടെ ചെയ്യണം ഇതേപോലെ ഹീലിംഗ് പ്രോസസ്സ്. അപ്പോൾ ഇവർക്ക് പറ്റിയ മേഖല സൈക്കോളജി, ഇവർക്ക് പറ്റിയ മേഖലയാണ് സൈക്കോളജി. അതുപോലെ തന്നെ ഫുഡ്, ഭക്ഷണം, ഇതെല്ലാമായിട്ട്. പിന്നെ മെഡിക്കൽ, ആയുർവേദം, അങ്ങനെ പോവാം. പിന്നെ ഇതെല്ലാം, ഇല്ലെങ്കിൽ നഴ്സിങ്, ഇതെല്ലാം 3 ഇൻഫ്ലുവൻസിലോട്ടൊക്കെ വരും. മനസ്സിലായി? എങ്കിൽ വെള്ള വസ്ത്രങ്ങൾ, വെള്ള കളറ് വരെ മൂണിൻ്റെതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 3 ഇൻഫ്ലുവൻസുള്ളൊരു പാർട്ട്ണർ വരികയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ അവരെ അട്രാക്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് അട്രാക്റ്റ് ചെയ്യണം.
അങ്ങനെ. ഓക്കെ. അത് മാത്രമല്ല, ഇവർ ലൈഫിൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ടോർച്ചറിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മളെ നാട്ടിൽ കേരളത്തിലൊക്കെ അമ്മമാരൊക്കെ ഉണ്ട്. അമ്മമാരൊരു കുട്ടിയെടുത്ത് പറയാണ്, ഞാൻ 10 മാസം 10 മാസം പെറ്റ് നിന്നെ വളർത്തിയതാണ്, കൊച്ചിലെ നിന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇമോഷണൽ എന്തോ നീയും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. ഈ ഡയലോഗ് അടിച്ച് അമ്മമാർ എന്തോ നീയും കുട്ടികളെ മനസ്സിനെ സ്വാപ്പിടാൻ നോക്കും. നമ്മൾ പൊതുവെ കാണുന്ന നിന്നെ 10 മാസം പെറ്റു നിന്നെ വയറിൻ്റെ അകത്തിട്ട് നിന്നെ പ്രസവിച്ചത്, ഇല്ലെങ്കിൽ തന്നെ അങ്ങനെ നിന്നെ പ്രസവിച്ചപ്പോൾ അങ്ങനെ ഒരുപാട് ഇമോഷണൽ കാര്യം പറഞ്ഞ് നമ്മളെ ബ്ലാക്ക് മെയിലിങ് ചെയ്യും. അപ്പോൾ നമുക്ക് തോന്നും, അയ്യോ പാവം എന്നെ 10 മാസം വയറ്റിൽ ചുമന്നുണ്ടാക്കി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഇമോഷണൽ കണക്ഷൻ തോന്നും. ഇതുപോലെയാണ് പറയണം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ തന്നെയാണ്. ഈ ഇമോഷണൽ കണക്ഷൻ പറഞ്ഞ് നിങ്ങളടുത്ത് വരും. വന്നിട്ട് ഇതേ ഇമോഷണൽ സെൻറ്റിമെൻസിലൂടെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ഊറ്റിയെടുക്കും. ഇവർ മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരസൈറ്റ് പോലെ വന്നിട്ട് നിങ്ങളെ സ്നേഹം കൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് നിങ്ങളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവർ നേടിയെടുക്കുകയും ചെയ്യും, നിങ്ങളെ ചതിക്കുകയും ചെയ്യും ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിലൂടെ. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ഇമോഷണലും സൈക്കോളജിക്കലുമായി നിങ്ങളെ ബന്ധപ്പെട്ട് നിങ്ങളെ ചതിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വിശ്വാസവഞ്ചനയാവാം, സ്നേഹത്തോടെ പറ്റിക്കലാകാം, എന്തുമാകാം. അപ്പോൾ നിങ്ങളൊരു ദിവസം അലേർട്ടായി നിൽക്കുക. നിങ്ങൾ ഇത്ര ആൾക്കാരൊന്ന് അലേർട്ടായി നിൽക്കുക ഈ 3 നക്ഷത്രക്കാർ. കാരണം ഏത് നേരത്തും ഇത് പറ്റിയെന്ന് വരാം. പിന്നെ മാനസികമായി ഒരുപാട് അടുത്ത് പോവുക, അതും പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ മൂൺ നെഗറ്റീവ് ആണെങ്കിൽ അമ്മയടുത്ത പ്രശ്നം ഉണ്ടാവും, ഈ വെള്ളമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാകും, വെള്ളം ആയിട്ട് ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാകും, മൂഡ് സ്വിങ്സ് ഉണ്ടാകും, പലതും ഉണ്ടാകും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ ലൈഫ് പോകുന്ന പാറ്റേൺ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഒരു ഗ്രാഫ് പോലെയാണ്. ഒരു പ്രത്യേക സമയത്തിൽ ഹൈ ആവും, പ്രത്യേക സമയത്ത് ലോ ആവും. ഇങ്ങനെയാണ് ഇവർ ലൈഫ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പ് ഡൗൺ ആയിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള. ഓക്കെ. പിന്നെ മൂണെന്ന് പറഞ്ഞാൽ തന്നെ അമ്മയാണ്. നമ്മുടെ മദറിനെയാണ് മൂണെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മദറിനെ നമ്മൾ മൂണായിട്ട് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. അതുമാത്രമല്ല, ഈ 3 ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്ക് മദറിൽ നാച്ചുറലായിരിക്കും, കെയറിങ് ആയിരിക്കും. അവർ ഒരു കുട്ടിയെ പോലെ കെയർ ചെയ്യവർ എല്ലാ ആൾക്കാരെയൊക്കെ ചുറ്റിൻ്റെ ആൾക്കാരെ കുട്ടിയെ പോലെ കെയർ ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് ഒരു അമ്മ എങ്ങനെയാണ് ഒരു മദറിൽ കെയറിങ് കൊടുക്കാൻ നോക്കും. മനസ്സിലായില്ലേ? അതും ഇവിടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പറ്റുന്ന മേഖല ഇതാണ്. ഇല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ, അതും ഇവർക്ക് പറ്റുന്ന പരിപാടി കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റിസപ്ഷനിസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഫ്രണ്ട് ഓഫീസിലായാലും അല്ലെങ്കിൽ തന്നെ റിസപ്ഷനിലായാലും അവിടെയൊക്കെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതും ഇതിൽ പറ്റുന്നൊരു മേഖലയാണ് കമ്മ്യൂണിക്കേഷൻ. ഇതും 3 അണ്ടറിൽ വരുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെന്തോ നിങ്ങളുടെ അമ്മയുടെ സ്ഥാനത്തുള്ള സ്ത്രീകൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ അവരോടൊക്കെ കൗൺസിലിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യുക, കോമഡിയൊക്കെ പറഞ്ഞ് എൻ്റർടൈൻ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ സ്പൗസും വളയുന്നതായിരിക്കും. അത് നിങ്ങൾ ഹോറോസ്കോപ്പ് നോക്കിയാൽ പറയാൻ പറ്റും. ചന്ദ്രൻ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്പൗസാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ആ സ്പൗസും വളയുന്നതായിരിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെയൊക്കെ മൂൺ പോസിറ്റീവ് ആവുകയും ചെയ്യും. പുതുജനങ്ങൾക്ക് നിങ്ങൾ ഇത് എത്രത്തോളം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പുണ്യമായി നിങ്ങൾ കൊടുക്കുന്നു, അത്രത്തോളം നിങ്ങളുടെ മൂൺ പോസിറ്റീവ് ആവുകയും ചെയ്യും. എല്ലാം ചിലപ്പം ചില ആൾക്കാർക്ക് ഫുഡൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഫുഡ് കിട്ടാത്ത ആൾക്കാർക്ക് ഇത് പോസിറ്റീവ് ആവും. അപ്പോൾ ഫുഡ് കിട്ടി തുടങ്ങും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? പിന്നെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ, സൈക്കോളജിക്കൽ ട്രാപ്പ്, ഇതിലൊന്നും നിങ്ങൾ ചെന്ന് വീഴാതിരിക്കുക. പിന്നെ മൂൺ നെഗറ്റീവ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു, മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ ഒരാൾ നിങ്ങൾ പറയുന്ന വാക്കുകളുള്ള ഒരു വ്യക്തി വളരെ പെയിനായിട്ടത് അവർക്ക് ഹർട്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ പെൺകുട്ടികളൊക്കെ ചെയ്യുന്ന പരിപാടി ലെക്സ് ബ്രാക്കപ്പ് എന്ന് പറഞ്ഞ് വിട്ട ഉടനെ ആണുങ്ങളങ്ങ് പോകും. പിന്നെ അവൻ ഡിപ്രഷൻ അടിച്ച് തേഞ്ഞൊട്ടി മൂഞ്ചി തെറ്റിയിട്ട് കിടക്കും. അപ്പോൾ ഇതിവർക്ക് നെഗറ്റീവാകും. അപ്പോൾ നെഗറ്റീവ് ആകുമ്പം ഈ പറയുന്ന അമ്മയുമായും വെള്ളവുമായും ഇതുപോലത്തെ ഒരുപാട് ഇതിൻ്റെ കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിക്കും. പിന്നെ ഇവരെ ഡിസിഷൻ മേക്കിങ്ങുള്ളൊരു പ്രശ്നം, ഡിസിഷൻ മേക്കിങ്ങാണ് ഇവിടെ മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോൾ, അതും ഇവന് സൂക്ഷിക്കണം. മനസ്സിലായി? മൂഡ് സ്വിങ്സ്, ഇതൊക്കെയാണ് എനിക്ക് ഈ വഴി പറയാനുള്ളത്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, കൃഷി ആയിക്കോട്ടെ, ഫുഡായിക്കോട്ടെ, മരുന്നായിക്കോട്ടെ, വായിക്ക് നിന്ന് പോകുന്ന വെള്ളമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, കൃഷി ആയിക്കോട്ടെ, കൃഷി സാധനങ്ങളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ,
ഫുഡിൻ്റെ അതിഞ്ഞത് വരുന്ന എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ സമൂഹത്തിന് എത്രത്തോളം കൊടുക്കുന്നു, ഈ ഫുഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സമൂഹത്തിൽ എത്ര പൊതുസേവനങ്ങൾ ചെയ്യുന്നു, ഇതിലൂടെ നിങ്ങളെ മോൻ പോസിറ്റീവ് ആകും. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ബേക്കറി, പച്ചക്കറിക്കാർ, അതേപോലെ ഈ ഫുഡുമായി ഹോട്ടൽ വർക്ക്, ഇതേപോലെ വളം എന്തോ ആയിക്കോട്ടെ, ഈ ഫുഡുമായി ബന്ധപ്പെട്ട് പോകുന്ന, ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഞാനീ പറയുന്ന സൈക്കോളജിക്കലി, ഇല്ലെങ്കിൽ തന്നെ ഇതേപോലെ ഞാനീ പറഞ്ഞ റിസപ്ഷനിസ്റ്റ്, അതുപോലത്തെ ഈ പരിപാടികളൊക്കെ ചെയ്യുന്ന എല്ലാവരും നിങ്ങൾ നോക്കി നോക്കിയാൽ മതി. അപ്പോൾ ഇവരെല്ലാം മൂണിൻ്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ്, മനസ്സിലായില്ലേ? അങ്ങനെ പിന്നെ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ശരി.